കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3 മണിക്കാണ് പരിപാടി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ റിപ്പോർട്ടും പ്രകാശനം ചെയ്യും. ചടങ്ങിൽ തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളായ കമൽഹാസൻ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ പങ്കെടുക്കും. 2021 സംസ്ഥാനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ആരംഭിച്ചത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 64,006 കുടുംബങ്ങളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. വാസസ്ഥലവും തിരിച്ചറിയൽ രേഖകൾ പോലും ഇല്ലാത്ത കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയതെന്ന് മന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിരുന്നു. അതേസമയം പ്രഖ്യാപനത്തിനെതിരെ വിമർശനങ്ങളുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന ചരിത്ര പ്രഖ്യാപനത്തിലേക്ക് ഇനി മണിക്കൂറുകൾ കൂടി. എന്താണ് അതിദാരിദ്ര്യമെന്നും ദാരിദ്ര്യവുമായുള്ള ഇതിന്റെ വ്യത്യാസങ്ങൾ എന്നും വിവരിക്കുന്ന എക്സ്പ്ലെയിനർ കാണാം. കേരളപ്പിറവി ദിനത്തിൽ അഭിമാനകരമായ ഒരു ചുവടുവെപ്പ് കൂടി നമ്മൾ നടത്തുകയാണ്. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. പക്ഷേ എല്ലാവർക്കും സംശയം തോന്നും, അതെങ്ങനെയാണ് അതിദാരിദ്ര്യ വിമുക്തമാകുക? ആരാണ് അതിദരിദ്രർ? എന്തായിരുന്നു മാനദണ്ഡം? അത് പരിശോധിക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദാരിദ്ര്യം അനുഭവിക്കുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ സർക്കാർ പദ്ധതികളുടെ പരിധിയിൽ പോലും വന്നിട്ടില്ലാത്ത, രേഖകൾ പോലും ഇല്ലാത്തവരാണ്. ഭക്ഷണം, സുരക്ഷിതമായ താമസം, ആരോഗ്യം, അടിസ്ഥാന വരുമാനം എന്നിവ നോക്കിയാണ് അതിദരിദ്രരെ കണ്ടെത്തുക. ഒരു വരുമാനവും ഇല്ലാത്തവർ, ആരോഗ്യ പ്രശ്നത്തിൽ ഉഴരുന്നവർ, 2 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ, റേഷൻ കിട്ടുന്നുവെങ്കിലും പാചകം ചെയ്ത് കഴിക്കാൻ കഴിയാത്തവർ, ഇവരെല്ലാമാണ് അതിദരിദ്രരുടെ പട്ടികയിലുള്ളത്. ഇത്തരത്തിൽ 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ഇതിൽ 75% പൊതുവിഭാഗത്തിലും 20% പട്ടികജാതി വിഭാഗത്തിലും 5% പട്ടികവർഗ വിഭാഗത്തിലും ഉൾപ്പെടുന്നവരാണ്. ആദ്യഘട്ടത്തിൽ അവകാശം അതിവേഗം എന്ന പേരിൽ 21,263 പേർക്ക് അവകാശ രേഖകൾ നൽകി. 18,438 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റും 2,210 കുടുംബങ്ങൾക്ക് പാചകം ചെയ്ത ഭക്ഷണവും ലഭ്യമാക്കുന്നുണ്ട്. 29,427 കുടുംബങ്ങളിലെ 85,071 പേർക്ക് ചികിത്സയും മരുന്നും ലഭ്യമാക്കി. 4,394 കുടുംബങ്ങൾക്ക് ഉപജീവനത്തിലുള്ള പിന്തുണ ഉറപ്പാക്കി. 34,672 കുടുംബങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിൽ കാർഡുകൾ നൽകി. ലൈഫ് ഭവൻ പദ്ധതിയിൽ 4,687 കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു. 2,791 കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും നൽകി. 5,660 കുടുംബങ്ങൾക്ക് വീട് പുനർനിർമ്മാണത്തിന് 2 ലക്ഷം രൂപ വീതവും അനുവദിച്ചു. 5,583 കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകുന്നുണ്ട്. 2,323 കുട്ടികൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര ഉറപ്പാക്കി. ഇങ്ങനെയൊക്കെയാണ് അതിദരിദ്രരെ സർക്കാർ കൈപിടിച്ചുയർത്തിയത്. ഇതൊരു തുടർ പദ്ധതിയാണ്. ആദ്യം വടക്കാഞ്ചേരി നഗരസഭ, 5 തെങ്ങ് പഞ്ചായത്ത്, തിരുനെല്ലി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നടപ്പാക്കി. ശേഷം സംസ്ഥാനമാകെ വ്യാപിപ്പിച്ചു. ഇനിയും ഈ കുടുംബങ്ങൾക്കുള്ള സഹായം തുടരും. ഹ്രസ്വകാല, ഇടക്കാല, ദീർഘകാല പരിപാടികളാണ് ഇതിനായി നടപ്പാക്കുന്നത്. എന്നാൽ ചില സാമ്പത്തിക വിദഗ്ധരും പ്രതിപക്ഷ നേതാക്കളും അതിദരിദ്രരെ കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. മാനദണ്ഡങ്ങൾ അങ്ങേയറ്റം കർശനമാക്കിയെന്നും പട്ടിക ചുരുക്കാൻ വ്യാപകമായ ഒഴിവാക്കലുണ്ടായെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. പക്ഷേ വർഷങ്ങൾ നീണ്ട യജ്ഞത്തിലൂടെയാണ് അതിദാരിദ്ര്യ മുക്തത കൈവരിച്ചതെന്നും സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. പദ്ധതി പൂർണ്ണമാണോ അല്ലയോ എന്ന് തർക്കിക്കാം. പക്ഷേ കേരളം കൈവരിച്ച ഈ ചരിത്ര നേട്ടത്തെ ആർക്കും അവഗണിക്കാനാവില്ല.